ഹലോ കുട്ടികളെ, ഇന്ന് നമുക്ക് മറ്റൊരു ഹിന്ദി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. 6th സ്റ്റാൻഡേർഡിലെ ഹിന്ദി പ്രീവിയസ് इयर क्वेश्चन खंड पढ़े और प्रश्नों के उत्तर लिखे. गर्मियों में मोर बादलों को पुकारता है. ചൂട് സമയങ്ങളിൽ മയിൽ പീകോക്ക് മേഘങ്ങളെ വിളിക്കുന്നു. ബാദൽ എന്ന് വെച്ചാൽ മേഘം, പുകാർന എന്ന് വെച്ചാൽ വിളിക്കുക. बादलों के बरसने पर मोर खुशी से नाचता है. മേഘങ്ങൾ മഴയായി പെയ്യുമ്പോൾ മോർ പീക്കോക്ക് എന്ത് ചെയ്യും? ഖുഷി സെ സന്തോഷത്താൽ നാച്താ ഹെ ഡാൻസ് കളിക്കും. മോർ ലാൽ മിർച്ചിയാം ഗാത്താ ഹെ. പീക്കോക്ക് ലാൽ റെഡ് കളറിലുള്ള മിർച്ചിയാം മുളകുകളാണ് കഴിക്കുന്നത്. ബച്ചെ മോർ കെ പങ്കോ കോ പസന്ത് കർത്തെ ഹെ. കുട്ടികൾക്ക് മയിലിൻ്റെ ചിറകുകൾ വളരെ ഇഷ്ടമാണ്. പങ്കോ മീൻസ് ചിറകുകൾ. അപ്പോൾ ആദ്യത്തെ ചോദ്യം, കോൻ ബാദലോ കോ പുക്കാർത്ത ഹെ. ആരാണ് മേഘങ്ങളെ വിളിക്കുന്നത്? മോർ. അതാണ് ആൻസർ. മോർ ഖുഷി സെ ക്യാ കർത്ത ഹെ. ഖുഷി സന്തോഷത്തോടെ എന്ത് ചെയ്യുന്നു? ഡാൻസ് കളിക്കുന്നു അല്ലേ? അതാണ് നാച്താ ഹെ. നെക്സ്റ്റ്, മോർ കബ് ബാദലോ കോ പുക്കാർത്ത ഹെ. എപ്പോഴാണ് പീക്കോക്ക് മേഘങ്ങളെ വിളിക്കുന്നത്? ഗർമിയോമേം ചൂട് സമയങ്ങളിൽ. യഹാ മിർച്ചി കാ രംഗ് ക്യാ ബത്തായ ഗയാ ഹെ. ഇവിടെ മിർച്ചി മുളകിൻ്റെ കളർ ഏതാണ് പറഞ്ഞിരിക്കുന്നത്? ലാൽ, റെഡ് അല്ലേ? ബച്ചെ കിസ്കെ പങ്കോ കോ പസന്ത് കർത്തെ ഹെ. കുട്ടികൾ എന്തിൻ്റെ ചിറകുകളാണ് ഇഷ്ടപ്പെടുന്നത്? മോർക്കെ, മയിലിൻ്റെ. അപ്പോൾ ഇതിൻ്റെ ആൻസറൊക്കെ നമ്മൾ മുകളിലുള്ള ആ ബോക്സിൻ്റെ അകത്ത് തന്നെയുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ ഈസി ആയിട്ട് ഉത്തരങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കും. അടുത്ത ചോദ്യം, സമാചാർ പഠേ ഔർ പ്രശ്നോക്കെ ഉത്തർ ലിഖേ. താഴെ ന്യൂസ് തന്നിട്ടുണ്ട്, അത് വായിച്ചിട്ട് ക്വസ്റ്റ്യന് ആൻസർ എഴുതുക. ബദ്രീനാഥ്, उत्तराखंड में आए सैलाब ने बद्रीनाथ में जमकर तबाही മച്ചായ. ഉത്തരാഖണ്ഡിലുണ്ടായ സൈലാബ് എന്ന് വെച്ചാൽ വെള്ളപ്പൊക്കം, പ്രളയ് എന്നൊക്കെ പറയും. അത് ബദ്രീനാഥിനെ ഇല്ലാതാക്കി കളഞ്ഞു, നാമാവശേഷമായി കളഞ്ഞു, അത്രയ്ക്ക് നാശം വിതച്ചു. ഹസാരോം തീർത്ഥയാത്രി ബൂരി തരഫ് ഫസ് ഗയത്. ആയിരക്കണക്കിന് തീർത്ഥാടകർ അവിടെ കുടുങ്ങിപ്പോയി. അപ്പോൾ അതിൽ ആദ്യത്തെ ചോദ്യം, യഹാം പ്രളയ്ക്ക് അർത്ഥ് കോ സൂചിത് കർണേവാല ശബ്ദ് കോൺസാ ഹെ. ഇവിടെ പ്രളയ് എന്ന അർത്ഥം വരുന്ന ഒരു വാക്ക് ആ പാരഗ്രാഫിലുണ്ട്, അതേതാണ്? ആൻസർ സൈലാബ്. അടുത്തത്, പ്രകൃതി ദുർഘടനാവോമേ മാനവ് കാ ഭി ഹാത്ത് ഹെ. പ്രകൃതിയിലെ ഓരോ നാശനഷ്ടങ്ങളുടെയും കാരണം മനുഷ്യനും കൂടിയാണ്. മനുഷ്യൻ്റെ മനുഷ്യരുടെ ഓരോ പ്രവൃത്തി കൊണ്ടാണ് നമുക്ക് ഓരോ നാശനഷ്ടങ്ങൾ പ്രകൃതിയിൽ ഉണ്ടാകുന്നത്. പ്രകൃതി കാ സംരക്ഷൺ ഹമാര കർത്തവ്യ ഹെ. അതുകൊണ്ട് നമുക്ക് ഈ പ്രകൃതിയെ സൂക്ഷിക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. യഹ് സന്ദേശ് ദേത്തെ ഹുയെ ഏക് പോസ്റ്റർ തയ്യാർ കരെ. അതിന് ഒരു പോസ്റ്റർ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത ചോദ്യം, കവിതാംശ് പഠേ ഔർ പ്രശ്നോക്കെ ഉത്തർ ലിഖേ. താഴെ ഒരു കവിതയുടെ ഭാഗം തന്നിട്ടുണ്ട്, അത് വായിച്ചിട്ട് ക്വസ്റ്റ്യന് ആൻസർ ചെയ്യുക. യഹ് മുർജായ ഹുവാ ഫൂൽ ഹെ. ഇത് വാടിപ്പോയ പൂവാണ്. ഇസ്കാ ഹൃദയ ദുഃഖാന മത്. ഇതിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കരുത്. സ്വയം ബിഖർനെ വാലി ഉസ്കി. തനിയെ കൊഴിഞ്ഞു പോകാൻ നിൽക്കുന്ന അതല്ലെങ്കിൽ കൊഴിഞ്ഞുപോയ പൂവിൻ്റെ പങ്കുടിയാം ബിഖരാന മത്. അതൊന്നത് കൊഴിഞ്ഞു പോയിരിക്കുകയാണ്. അതിൻ്റെ ഇതളുകളെ എന്ത് ചെയ്യരുത്? പിച്ചി ചീന്തരുത്. ക്വസ്റ്റ്യൻ എന്താണ്? കവിതാംശുമേ കിസ്ക വർണ്ണൻ ഹെ. ഇതിൽ ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? മുർജായ ഫൂൽ, വാടിപ്പോയ പൂവിനെക്കുറിച്ച്. കവിതാംശുക ആശയ ലിഖേ. ഇതിൻ്റെ ആശയമാണ്. എന്താണ് അർത്ഥം? അതാണ് ആശയം എന്ന് പറയുന്നത്, ആ അർത്ഥമാണ് വരികളുടെ. ഇസ് കാവ്യാംശമേ, ഈ വരികളിൽ കവിനെ ഏക് മുർജായെ ഹുയെ ഫൂൽ കാ ഉദാഹരൺ ദേക്കർ. കവി ഒരു വാടിപ്പോയ പൂവിൻ്റെ ഉദാഹരണം പറഞ്ഞുകൊണ്ട് യഹ് സന്ദേശ് ദിയാ കി, നമുക്ക് ഈ മെസ്സേജാണ് തരുന്നത്. എന്താണ്? കി ഹമേ കിസി ബി ദുഃഖി, നമുക്ക് ഏതെങ്കിലും ദുഃഖിച്ചിരിക്കുന്നവരെയോ യാ ഹാരേ ഹുയെ വ്യക്തിക്ക, എന്തെങ്കിലും പ്രശ്നങ്ങളിൽ വിഷമിച്ച് തോറ്റുപോയ ഒരാളെയോ എന്താണ്
വ്യക്തി കാ और अधिक अपमान नहीं करना चाहिए. അവർ ഒന്നാമതേ അത് വിഷമിച്ചിരിക്കുകയാണ്, അതിൻ്റെ കൂടെ അവരെ വീണ്ടും വിഷമിപ്പിക്കരുത്. ജയ്സെ ഫൂൽ മുർഛാ ജാത്ത ഹെ, എങ്ങനെയാണ് അതിന് ഉദാഹരണം പറഞ്ഞിരിക്കുന്നത്? ഒരു പൂവ് വാടിപ്പോകുന്നു. വൈസേ ഹി ജീവൻ മേം ബി കഠിൻ സമയം ആ സക്താ ഹെ, ഒരു പൂവ് അതിൻ്റെ നല്ല ഭംഗിയുള്ള സമയം കഴിഞ്ഞ് അത് വാടി മോശമായി പോകുന്നത് പോലെയാണ് ജീവിതത്തിലും നല്ല സമയമുണ്ട്, മോശം സമയമുണ്ട്. അങ്ങനെയാണ് കവി ഇവിടെ നമുക്ക് പൂവിനോട് നമ്മളെ ജീവിതത്തെ ഉപമിക്കുന്നത്. ഇസ്ലിയെ ഹമേ ദയ ഔർ സഹാനുഭൂതി രഹ്നി ചാഹിയെ, അതുകൊണ്ട് നമുക്ക് എല്ലാവരുടെ അടുത്തും കൈൻഡ് ഹാർട്ടായിട്ടും നല്ല സ്നേഹമായിട്ടുമൊക്കെ പെരുമാറാൻ കഴിയണം. അടുത്ത ചോദ്യം, നന്ന ഉല്ലു പാഠഭാഗ് കാ യഹ് അംശ് പഠേ और പ്രശ്നോं के ഉത്തർ ലിഖേ. നന്ന ഉല്ലു എന്ന് പറയുന്ന പാഠത്തിൻ്റെ ഒരു ഭാഗം തന്നിട്ടുണ്ട്, എന്നിട്ട് അതും ചോദ്യം വായിച്ച് ആൻസർ ചെയ്യുക. അഗലി രാത് നന്നെ ഉല്ലുവിനെ അപ്നി അമ്മാസെ പൂച്ച, അടുത്ത രാത്രി അമ്മയോട് കുഞ്ഞ് ഉല്ലു അവൾ ചോദിച്ചു, സമുദ്ര കിത്തന ഗഹരാ ഹേ, സമുദ്രത്തിൻ്റെ ആഴം എത്രയാണ്? അപ്പോൾ അമ്മ എന്ത് പറഞ്ഞു? ബഹുത് ഗഹര, അമ്മ ബോലി, വളരെയധികം ആഴമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കിത്തന ഗഹര നന്നെ ഉല്ലുവിനെ പൂച്ച, വാവ ഉല്ലു കുഞ്ഞു ഉല്ലു എന്താ ചോദിച്ചത്? കിത്തന ഗഹര, അത് എത്ര ആഴമുണ്ട് എന്ന് ചോദിച്ചു. അമ്മ ആസ്മാൻ കി ഓർ ദേഖ്നെ ലഗി, അപ്പോൾ അമ്മ ആകാശത്തോട്ട് നോക്കി. ലഗ്ഭഗ് ഉത്തനാ ഹി ഗഹര ഹെ ജിത്തന ഊഞ്ച ആസ്മാൻ ഹെ, ആകാശം എത്രത്തോളം ഉയരത്തിലാണോ അത്രയും താഴ്ച സമുദ്രത്തിനും ഉണ്ട്. അമ്മ ബോലി, അമ്മ പറഞ്ഞു. നന്ന ഉല്ലു ഊപ്പർ ദേഖ്നെ ലഗ, അപ്പോൾ കുഞ്ഞു ഉല്ലു എന്താണ്? ആകാശത്തോട്ട് നോക്കി. വഹു പൂരി രാത് പേട് പർ ബൈഠാ രഹ, രാത്രി മുഴുവൻ ആ മരത്തിലെ അങ്ങനെ ഇരിക്കുകയാണ് കുഞ്ഞു ഉല്ലു. അപ്പോൾ ആദ്യം ചോദിച്ചിരിക്കുന്നത്, നന്ന ഉല്ലു പൂരി രാത് കഹാം ബൈഠ, എവിടെയാണ് രാത്രി മുഴുവൻ ആ കുഞ്ഞ് അവൾ ഇരുന്നത്? എവിടെയാണ്? പേട് പർ, മരത്തിലല്ലേ. ഇനി ആ കോൺവെർസേഷൻ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. അമ്മ ഉല്ലു और നന്നെ ഉല്ലു കെ ബീച്ച് ക്യാ വാർത്താലാപ് ബീച്ച് കി വാർത്താലാപ് തയ്യാർ കരെ, അമ്മ ഉല്ലും കുട്ടി ഉല്ലും തമ്മിലുള്ള ആ കോൺവെർസേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നന്ന ഉല്ലു, അമ്മ ഏക്ക് ബാത് പൂച്ചു, അമ്മ ഒരു കാര്യം ചോദിക്കട്ടെ? അമ്മ ഉല്ലു ഹാ ബേട്ട പൂച്ചു, എന്താ പറഞ്ഞമ്മ? ചോദിച്ചോളൂ എന്ന്. അപ്പോൾ നന്ന ഉല്ലു, അമ്മ സമുദ്ര കിത്തന ഗഹര ഹെ, സമുദ്രത്തിന് എത്ര ആഴമുണ്ട്? അപ്പോൾ അമ്മ ഉല്ലു ബഹുത് ഗഹര, വളരെയധികം ആഴമുണ്ട്. ജിത്തന ഊഞ്ച ആസ്മാൻ ഹെ, എത്ര ഉയരത്തിൽ ആസ്മാൻ ആകാശമുണ്ടോ അത്രയും താഴമാണ് സമുദ്രത്തിനുള്ളത്. അമ്മ നന്ന ഉല്ലു, അമ്മ ആസ്മാൻ കിത്തന ഊഞ്ച ഹെ, അമ്മ ആസ്മാൻ ആകാശം എത്ര ഉയരമുണ്ട്? അപ്പോൾ അമ്മ ഉല്ലു എന്താ പറഞ്ഞു? ബഹുത് ഊഞ്ച, വളരെയധികം ഉയരത്തിലാണ്. ജിസ്കാ കോയി അന്ത് നഹി, അതിനൊരു അവസാനവും ഇല്ല. അപ്പം നന്ന ഉല്ലു എന്ത് പറയുന്നു? വാഹ് ദുനിയ കിത്തനി ബഡി और അദ്ഭുത് ഹെ, ഈ ലോകം എത്ര വലുതും അത്ഭുതവും നിറഞ്ഞതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതേപോലെ ഒരു കോൺവെർസേഷൻ നമ്മൾ ഇതിന് മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈസി ഏതാണോ പഠിക്കാൻ അത് പഠിച്ചെഴുതുക. ഓക്കെ. ചോദ്യം, ദോ ബായി കഹാനി കാ യഹ് അംശ് പഠേ और പ്രശ്നോ കെ ഉത്തർ ലിഖേ. ദോ ബായി എന്ന് പറഞ്ഞ പാഠത്തിൽ കുറച്ച് ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്, പിന്നെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ചോട്ടാ ബായി ഗാന ഗാനെ ഘർ ചലാ ഗയ, അനിയൻ, ചോട്ടാ ബായി എന്ന് വെച്ചാൽ അനിയൻ ആഹാരം കഴിക്കുന്നതിനായിട്ട് വീട്ടിലോട്ട് പോയി. ബഡാ ബായി സോച്നെ ലഗി, അപ്പോൾ മൂത്ത സഹോദരൻ ആലോചിക്കുകയാണ്. മേരാത്തോ പരിവാർ ഹെ, പരിവാർ മീൻസ് ഫാമിലി, കുടുംബം, എനിക്ക് ഫാമിലി ഉണ്ട്, കുടുംബമുണ്ട്. ബച്ചേ ഹെ, കുട്ടികളുണ്ട്. വേ മേരാ ധ്യാൻ രഖ് സക്തേ ഹെ, അവർ എന്നെ നോക്കിക്കൊള്ളും, എനിക്ക് എന്തെങ്കിലും പറ്റിയാലോ എന്നെ നോക്കാൻ അവരൊക്കെ ഉണ്ട്. ലേക്കിൻ ചോട്ടാ ബായി അക്കേല ഹെ, പക്ഷേ അനിയൻ ഒറ്റയ്ക്കാണുള്ളത്. ഉസെ ദേഖ്നെ വാല കോയി നെഹി ഹെ, അവനെ നോക്കാൻ ആരുമില്ല. ഉസെ ജ്യാദ ഗേഹൂ കി ജരൂരത് ഹെ, ഗേഹൂ മീൻസ് വീറ്റ്, ഗോതമ്പ്, അവനാണ് ഈ ഗോതമ്പ്, അതായത് അവർ കൃഷിയൊക്കെ ചെയ്തതാണ്, ഗോതമ്പിൻ്റെ വിളവെടുപ്പ് നടത്തിയതാണ്. അപ്പം അനിയനാണ് അത് ഗോതമ്പിൻ്റെ നല്ല ആവശ്യം. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? ചോട്ടാ ഭായി ക്യോ ഘർ ചലാ ഗയ, എന്തിനാണ് അനിയൻ വീട്ടിൽ പോയത്? ഗാന ഗാനെ കെ ലിയെ, ആഹാരം കഴിക്കുന്നതിന് വേണ്ടി. അടുത്ത ചോദ്യം, സങ്കേതോं की सहायता से बड़े भाई की विचारों को डायरी के रूप में लिखे. ഇവിടെ മൂത്ത സഹോദരൻ വിചാരിക്കുന്നതെല്ലാം നമ്മളൊരു ഡയറി ആയിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ
നമുക്കിവിടെ ഡയറിക്ക് എങ്ങനെ എഴുതാം? ഇവിടെ തന്നിട്ടുള്ളത് ഷഫിൾ ചെയ്ത് തെറ്റിച്ച് കൊടുത്തിരിക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും വരികൾ. അതിനെ കറക്റ്റാക്കി എഴുതിയാൽ മതിയാവും. അപ്പോൾ ആദ്യം എഴുതേണ്ടത് ആജ് മേരാ മൻ കിത്തന ഖുഷ് ഹേ. ഒരു ഡയറിയൊക്കെ എഴുതുമ്പോൾ ആദ്യം അങ്ങനെയാണ് എഴുതാനുള്ളത്. അപ്പോൾ ഇന്ന് എൻ്റെ മനസ്സ് വളരെ സന്തോഷമാണ്. സെക്കൻഡ് ലൈൻ ഏത് എഴുതാം? ആജ് മേനെ ചോട്ടെ ഭായി കെ സാത്ത് ഗേഹൂം കി ഫസൽ കാട്ടി. ഫസൽ മീൻസ് വിളവെടുപ്പ്, അപ്പോൾ കൾട്ടിവേഷൻ. ഇന്ന് ഞാൻ എൻ്റെ സഹോദരനുമായിട്ട് അനിയനുമായിട്ട് ചേർന്ന് നിങ്ങൾ കൃഷിയൊക്കെ വിളവെടുപ്പ് നടത്തി. ഇനി ഏത് ലൈനാണ് കറക്റ്റ്? മേരാ തോ പരിവാർ ഹേ. എനിക്ക് ഫാമിലിയുണ്ട്, കുടുംബമുണ്ട്. പർ ഛോട്ടാ ഭായി അക്കേല ഹേ. പക്ഷേ അനിയൻ ഒറ്റയ്ക്കാണുള്ളത്. നെക്സ്റ്റ് ഏത് ലൈനാണ്? ഉസേ ഹി ജ്യാദ ഗേഹൂം കി സരൂരത് ഹേ. അവനാണ് ഗോതമ്പിൻ്റെയൊക്കെ നിറയെ ആവശ്യം. അടുത്തത് മേനെ ഗേഹൂ കി കൈ ടോക്കരി ഉസ്കോ ദേദി. അപ്പോൾ അവനാണ് കൂടുതൽ ആവശ്യം, അതുകൊണ്ട് ഞാൻ അവന് കുറച്ച് കൂടുതൽ ഇതൊക്കെ കൊടുത്തു, ഗോതമ്പിൻ്റെ ചാക്കുകെട്ടുകളൊക്കെ കൊടുത്തു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കവിത പഠേ ഓർ പ്രശ്നമൊക്കെ ഉത്തർ ലിഖി. കവിത വായിക്കാം. എന്താണ്? മൂർഗി മാം ഗർസേ നിക്കലി. അമ്മക്കോഴി വീട്ടിൽ നിന്നും ഇറങ്ങി. ബസ്താ ലേ ബാസാർ ചെലി. ബസ്ത മീൻസ് ബാഗ് അല്ലെങ്കിൽ ബാസ്ക്കറ്റൊക്കെ എടുത്തിട്ട് എവിടെ പോയി? ബാസാർ ചെലി, മാർക്കറ്റിൽ പോവുകയാണ്. ബച്ചേ ബോലെ ചേൻ ചേൻ ചേൻ. അപ്പോൾ കുട്ടികൾ എന്ത് പറയുകയാണ്? അമ്മ ഹംബി സാത്ത് ചെലി. അമ്മ ഞങ്ങളും കൂടെ വരട്ടെ. അതാണ് പോയം. ഇനി അവിടെ മാച്ച് ദ ഫോളോയിങ് കൊടുത്തിട്ടുണ്ട്. കവിതയ്ക്ക് ആധാർ പർ സഹി മിലാൻ കരി. അപ്പോൾ കവിത വായിച്ചിട്ട് ഇത് കറക്റ്റ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം കവിത മേ മുർഗി മാം ഔർ, നമ്മൾ ഹൈഫണിട്ട് എന്തെഴുതാം? ഉസ്കെ ബച്ചേ. കവിതയിൽ അമ്മക്കോഴിയും കുട്ടികളെയും കുറിച്ചാണ് പറയുന്നത്. അടുത്തത് മുർഗി മാം ബാസാർ, അതിൻ്റെ ആൻസർ ജാനേക്കോ ഗർസേ നിക്കലി. അമ്മക്കോഴി മാർക്കറ്റിൽ പോകാൻ വീട്ടിൽ നിന്നും ഇറങ്ങി. അടുത്ത എന്താണ്? മുർഗി മാം ബസ്ത ലേക്കർ. അമ്മക്കോഴി ബാസ്ക്കറ്റും എടുത്തിട്ട് എവിടെ പോയി? ബാസാർ ചെലി, മാർക്കറ്റിൽ പോയി. ബച്ചേ ബോലെ, കുട്ടികൾ എന്താ പറഞ്ഞത്? കി ഹംബി സാത്ത് ചലേ, ഞങ്ങളും അമ്മയുടെ കൂടെ വരട്ടെ. അപ്പോൾ നിങ്ങൾ ഓരോ ലൈനും എഴുതിയിട്ട് ഹൈഫൺ ഇട്ടിട്ട് അതിൻ്റെ കറക്റ്റ് ആൻസർ നേരെ എഴുതുക, അല്ലെങ്കിൽ ഇതുപോലെ എഴുതിയിട്ട് ഇങ്ങനെ ലൈൻ വരച്ചാലും മതിയാവും. അടുത്തത് കവിത കേലിയെ ഉചിത് ശീർഷക് ദേ. ഈ കവിതയ്ക്ക് ഒരു നല്ലൊരു പേര് കൊടുക്കുക, ടൈറ്റിൽ കൊടുക്കുക. എങ്ങനെയാണ്? എന്ത് കൊടുക്കാം? മുർഗി മാം ഔർ ബച്ചേ. അമ്മക്കോഴിയും കുഞ്ഞുങ്ങളും. മനസ്സിലായോ? ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. ക്ലാസ്സുകൾ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്